നല്ല വലിപ്പമുള്ളൊരു കാബേജ് കൈ കിട്ടി. അതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അത് തറയിലോട്ട് അങ്ങ് വയ്ക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അതിൻ്റെ മറു സൈഡിൽ ഒത്തിരി വീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മധ്യഭാഗത്ത് ഉള്ള സാധനങ്ങൾ നമ്മൾ അങ്ങ് എടുത്ത് കളയുക ആദ്യം. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അത് കഴിഞ്ഞ ശേഷം ഇതേപോലെ നമുക്ക് ചുരുണ്ടി സ്പൂൺ വെച്ചോ അത് വെച്ച് കത്തി വെച്ചോ ഒക്കെ എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ ഇതേ കണക്കൊരു ബോൾ കിട്ടും. ആ ബോളിന് ഇതേ കണക്കൊരു അടപ്പും വരും കൃത്യമായിട്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ചിക്കൻ പീസസ് ആണ്. ചിക്കൻ പീസസിനോടൊപ്പം തന്നെ നമുക്ക് ഓൾ സ്പൈസസ്, ഏലക്ക, ഗ്രാമ്പൂ, കറുകപ്പട്ട, ബേ ലീവ്സ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളുടെ തക്കോലം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും എടുക്കുക. എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ്, അതുപോലെ ഒരു നാരങ്ങ, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, തൈര്, മല്ലിയില, പുതിന, പിന്നെ പച്ചമുളക്, അതുപോലെ നല്ലപോലെ വറുത്ത സവാള. നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന പൊടിയായിട്ടുള്ള മസാലകളെല്ലാം ഓരോന്നായിട്ട് നമുക്കതിലിടാം. ഉപ്പ് ചേർക്കാം. അത് കഴിഞ്ഞ ശേഷം നാരങ്ങ പിഴിഞ്ഞൊഴിച്ച്, അതുപോലെ തൈരും, പിന്നെ മല്ലിയില, പുതിന അതിടാം, പച്ചമുളക് ഇടാം. ഇതെല്ലാം നമ്മൾ മസാലകൾ, ഓൾ സ്പൈസസ്, ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെ അതിലിടും. ഇട്ടതിന് ശേഷം നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് തന്നെ ഇട്ടൊരു ബോളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇളക്കാനുള്ള എളുപ്പമുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് ഒത്തിരി ഒലിവ് ഓയിലൂടെ അതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് അത് ഫ്രിഡ്ജിലേക്ക് നമ്മളൊരു ചെറിയ കണ്ടെയ്നറിലോട്ട് ആക്കിയതിന് ശേഷം അതൊരു ഫ്രിഡ്ജിൽ നമ്മൾ ഒരു ദിവസം വെച്ചിരിക്കുക, അല്ലെങ്കിൽ 6 മണിക്കൂറെങ്കിലും വെച്ചിരിക്കുക. നമ്മൾ നേരത്തെ കുതിർത്ത് വച്ചിരിക്കുന്ന അരിയാണ്. ഒരു 2 മണിക്കൂറെങ്കിലും അരി ഒന്ന് കുതിർത്ത് വയ്ക്കുക. കുതിർത്ത് വച്ചതിന് ശേഷമാണ് അതിൽ ഇടുന്നത്. കുറച്ച് അരി അടിയിലേക്ക് ഇട്ടതിന് ശേഷം ചിക്കനെല്ലാം മുകളിലേക്ക് അടുക്കുക. അടുക്കിയതിന് ശേഷം ആ ചിക്കൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് വരുന്ന അരിയും നമ്മളത് കണക്കിടുക. ഈ അരി ഇതിനും ചിക്കനും എല്ലാം ഒരുമിച്ചത് വേവും. അതിന് മുകളിലായിട്ട് മല്ലിയിലയും പുതിനയും എല്ലാം ഇട്ട് നമ്മൾ അടയ്ക്കുക. കുറച്ച് സഫ്രാൻ ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സഫ്രാൻ എടുത്തിട്ട് അതുകൂടെ അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് നമ്മൾ ബോള് ഇപ്പോൾ ഏകദേശം എല്ലാ സാധനങ്ങളും റെഡിയാണ് ഐറ്റം. അപ്പോൾ നമ്മുടെ കാബേജ് പോട്ട് എല്ലാം റെഡിയാണ്. ഈ കാബേജ് കൂടെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. ആ ഒരു പരുവത്തിലാക്കി എടുക്കണം നമുക്ക്. ഇത് ഇനി ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, നമ്മളിത് ഓവനിലാണ് കുക്ക് ചെയ്യുന്നത്. ഓവനിൽ ഒരു 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമുക്കിത് കുക്ക് ചെയ്യണം. അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഓവൻ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂടായിരിക്കുന്ന ഓവനിലേക്കാണ് ഞാനിത് കൊണ്ട് വയ്ക്കാൻ പോകുന്നത്. വയ്ക്കാനായിട്ട് ഒരു ട്രേ ഉണ്ട്, ഓവൻ ട്രേ ഉണ്ട്. ആ ട്രേയിൽ തന്നെ നമുക്ക് ഇതേപോലെ മധ്യത്ത് ഇത് വയ്ക്കാം. ഇതിൻ്റെ അടിഭാഗം ഞാനിങ്ങനെ വെട്ടിയിട്ടുണ്ട്. വെട്ടിയാക്കുന്നത് കൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അടിഭാഗം ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, അടിഭാഗത്തൊരു ചെറിയൊരു കട്ടുണ്ട്. ആ കട്ടെന്ന് പറയുന്നത് ഇത് ഇരിക്കാനുള്ളൊരു സീറ്റിങ്ങിന് വേണ്ടിയാണ്. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനാണ്. നിങ്ങൾക്ക് അതിൽ എന്താ, ആ ഓവനിലേക്ക് നമ്മളിത് വയ്ക്കുന്നു, ഓൺ ചെയ്യുന്നു. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പുറം മുഴുവൻ ഇങ്ങനെ കരിഞ്ഞ് ഇതിൻ്റെ നമ്മൾ അടപ്പൊക്കെ ഇതിൻ്റെ വെളിയെല്ലാം കഴിഞ്ഞിട്ട് അകം ഒരു കുഴപ്പമില്ലാണ്. അകത്ത് യാതൊരു പ്രശ്നവുമില്ല. വെളി മാത്രമേ ഇങ്ങനെ കരിഞ്ഞു വരൂ. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തും നമ്മളിങ്ങനെ കരിഞ്ഞിരിക്കുന്നെങ്കിലും ഇതിനകത്ത് നമ്മൾ വച്ച ചോറ് കൃത്യമായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ ചിക്കനും ഒക്കെ നിങ്ങൾക്ക് ഈ ആവി വരുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയ്ക്ക് ചൂടുണ്ടെങ്കിൽ മാത്രമേ ഇതിങ്ങനെ ആവി വരുന്നുണ്ട്. നമുക്ക് വേണം ഇതിനി വേറൊരു പ്ലേറ്റിലോട്ട് നമുക്കൊന്ന് മാറ്റി ഇട്ട് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ആ കറുത്തിരിക്കുന്ന ലീവ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ഒരു ഇതൊന്ന് നമുക്ക് ഇളക്കി എടുത്ത് നോക്കാം. വേണ്ട, ഇത് ആദ്യത്തെ ആ ഇതിൽ മാത്രമേ ഉള്ളൂ ഈ കരിഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നമുക്കത് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും ഭാഗം ഞാൻ ആദ്യം ഒന്ന് ഇളക്കിയെടുക്കാം. ആദ്യം എടുക്കുമ്പോൾ കാണുന്ന ഒരു കരിഞ്ഞ രീതികളെല്ലാം തന്നെ നമുക്ക് ഇതിങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ അതങ്ങ് മാറിപ്പോയിക്കോളും. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇരിക്കുന്ന കറുപ്പ് എല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്ക് കറക്റ്റ് ചെയ്ത് വരും. ഇതിൽ എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വെന്തിരിക്കുന്നതാണ്. ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ കത്തി വെച്ച് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നമുക്കിതൊന്ന് കണ്ടിച്ച് എടുത്ത് നോക്കാം എത്രത്തോളം ഇത് വെന്തു എങ്ങനെ ഇരിക്കുന്നതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന കണക്ക് തന്നെയാണ്. കണ്ട, നന്നായിട്ട്
വെന്തിട്ടുണ്ട്. മീറ്റെല്ലാം നന്നായിട്ട് വെന്ത് നമ്മളിപ്പോൾ ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൽ ബിരിയാണി ഇരിക്കുന്ന കണക്ക് തന്നെ തോന്നും. കണ്ടോ, നല്ല സൂപ്പറായിട്ട് നല്ല സ്റ്റീം വരുന്നുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലെഗ് പീസ് എടുത്തിട്ട് ഞാനതൊന്ന് കാണിക്കാം. ലെഗ് പീസ് നമ്മൾ നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്ത് ഇരിക്കുന്ന പീസുകളാണ്. അത് ഈ ഇത്രയും സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വേവും. മാത്രമല്ല ഇതിനകത്തുള്ള മസാലയും അതുപോലെ ആ കൂട്ടും ഇതെല്ലാം ഈ കാബേജിനകത്ത് ഇരുന്നിട്ട് തന്നെ ഈ റൈസ് പോലും നന്നായിട്ട് വെന്തു എന്നുള്ളതാണ്. നമ്മൾ എടുത്തു വെച്ച റൈസ് പോലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ വെന്തിട്ടുണ്ട്. ആ ചിക്കൻ്റെ വെള്ളവും അതുപോലെ കാബേജിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളവും കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയ ഈ ഐറ്റം എന്ന് പറയുന്നത് ഒരു അലാറ് സാധനമാണ്. അതിൻ്റെ ആ സ്മോക്ക് വരുന്നുണ്ട്. ചിക്കനൊക്കെ നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് മാത്രമല്ല 2 മണിക്കൂർ ഇരിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. നല്ല മീറ്റ് നല്ല സോഫ്റ്റ്. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇറങ്ങി വരും. മാത്രമല്ല ഈ സഫ്രാൻ്റെയും അതുപോലെ നമ്മളെ ഓൾ സ്പൈസസിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ അതിനകത്തോട്ട് വന്നിട്ട്. അപ്പോൾ ആർക്കെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ നന്ദി, നമസ്കാരം. ഞാൻ ഷാബു വർക്കര.